കേസിൽ വാദം പൂർത്തിയായി. കോടതിയുടെ നിരീക്ഷണമൊന്നും വന്നിട്ടില്ല. 27-ാം തീയതിയിലേക്ക് വിധി പറയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിലിപ്പം വിധത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഇതിന്റെ എതിരായ അഭിഭാഷകൻ പറഞ്ഞത് ഇത് സെഷൻസ് കോടതിയിൽ നടക്കേണ്ട വിചാരണയാണ്, ജാമ്യക്ക് മാത്രമേ ജാമ്യം നൽകാൻ കഴിയൂ എന്നാണ് വിധത്തിന്റെ അഭിഭാഷകൻ. അല്ല, വിചാരണ സെഷൻസ് കോർട്ടിലായി ആവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ബെയില് താഴെ കോടതിയിൽ പരിഗണിക്കാതിരിക്കേണ്ട ഒരവസ്ഥ നിലവിലില്ല. അതിന് ദർ ഇസ് പ്രൊവിഷൻ ദർ. അങ്ങനെ ഒന്നുമില്ല. വിചാരണ അവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ ബെയിൽ കൺസിഡർ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഇന്റൻഷൻ ദാറ്റ് ഈസ് വി ആർഗ്യൂഡ് ഇൻ ദ കോർട്ട് ഓൾറെഡി. അതിന് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. പെറ്റീഷണറുടെ ഭാഗത്തുനിന്ന് ആർഗ്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്ലീഡിങ്സൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇനി കോടതി തീരുമാനിക്കട്ടെ, ആ കാര്യത്തിൽ നമ്മൾ കോടതി ഇരിക്കട്ടെ. ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ള ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ദ ഫാക്ട്സ് ഓഫ് ദ കേസ്, പ്രൊസീഡിങ്സ് ദർ. ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള ഗുരുതരമായ വകുപ്പുകൾ നിലവിലുണ്ടോ? ഇല്ല, 108 ആണ്, അബറ്റ്മെന്റ് ആണ്. അബറ്റ്മെന്റ് നിലനിൽക്കോ ഇല്ല എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സുപ്രീം കോടതി നിരീക്ഷണങ്ങളും ഉത്തരവുകളൊക്കെ ഉണ്ട്. ഏതായാലും കോടതി പരിഗണിക്കട്ടെ. പരിഗണിക്കുന്ന അതുവരെ നമുക്കത് കാത്തിരിക്കാം. താങ്ക് യു.